ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ റെസിപ്പിയുമായി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾക്കൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുക്കാം. സമ്മർ സീസണൊക്കെയാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ നമ്മൾ എപ്പോഴും കുടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്ന് തയ്യാറാക്കി നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോകാം. നമ്മളുടെ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ഒരു കുറച്ച് ചെറിയ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുപോലെ മീഡിയം സൈസിലുള്ള 2 നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു 2 നാരങ്ങ വെച്ചിട്ട് ഒരു 5 മുതൽ 6 ഗ്ലാസ് വരെ നാരങ്ങ വെള്ളമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കസ്കസൊക്കെ ചേർത്ത് നാരങ്ങ വെള്ളം തയ്യാറാക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് കഷ്ണങ്ങളും അതേപോലെ തന്നെ ഇഞ്ചി കഷ്ണങ്ങളും ഞാനിവിടെ ഒരു ജ്യൂസറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നാരങ്ങയുടെ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിലെ കുരുവെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുരുവൊക്കെ ചേർത്ത് കൊടുത്താൽ നാരങ്ങ വെള്ളം കഴിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നീട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എത്രത്തോളം വേണോ അതിനനുസരിച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് ഒരു 3 സെക്കൻഡ് മാക്സിമം മതിയാവും. ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിൽ റിവേഴ്സ് ഒന്ന് തിരിച്ചാൽ മാത്രം മതി. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾക്കിതൊന്ന് അരിച്ച് മാറ്റണം. കാരണം ബ്ലെൻഡ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട്. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മളുടെ ആ ഒരു ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഞാനിവിടെ 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം നോക്കാവുന്നതാണ്. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള നമ്മളുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും അതേപോലെ നേരത്തെ നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന കസ്കസും ഒക്കെ ആഡ് ചെയ്ത് നാരങ്ങ വെള്ളം സെർവ് ചെയ്യാൻ പോകുകയാണ്. ഇനി ഐസ് ക്യൂബും കസ്കസും ഒന്നും വേണ്ട, താല്പര്യമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഐസ് ക്യൂബും കസ്കസും ഒക്കെ ചേർത്ത് നമ്മൾ ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ചൂടിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെ ആയിരിക്കാം. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുട്ടി വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.